നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി വിശദാംശങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ചില കർമ്മബന്ധങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചിക്കപ്പെടുന്നു. ഈ വ്യക്തി ഓരോ ചുവടും നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് സന്തോഷം നിറഞ്ഞ ഒരു വലിയ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ പേഴ്സന്റെ യഥാർത്ഥ മുഖവും ഉദ്ദേശവും മനഃശുദ്ധിയും എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. സാമ്പത്തികപരമായും മാനസികപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും ഈ വ്യക്തി ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിങ്ങളുടെ കാര്യത്തിൽ പുറകിലേക്ക് കാലെടുത്ത് മാറ്റുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വലി വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയപരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ ഭൗതികപരമായിട്ടുള്ള ചില അത്യാഗ്രഹങ്ങളെല്ലാം തന്നെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കുന്നു. ഒട്ടും ശരിയല്ലാത്ത വിധത്തിലുള്ള ചില അത്യാഗ്രഹങ്ങളും അന്ധവിശ്വാസങ്ങളും ഒരുപാട് ഒരു വ്യക്തതയില്ലാത്ത തീരുമാനങ്ങളും മനസ്സുകൊണ്ട് കൊട്ടാരം കെട്ടുന്ന സ്വഭാവ പ്രകൃതവും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് അവയെല്ലാം ഈ വ്യക്തി മാറ്റിയെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയെയാണ്. ഈ വ്യക്തിക്ക് മുകളിൽ മറ്റാരും വരേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതിയും ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അത്തരം ചിന്താഗതികളും സ്വഭാവ പ്രകൃതങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയും മാനസികമായും ശാരീരികപരമായും ഒക്കെയും വളരെ കോൺഫിഡൻ്റ് ആയി നിങ്ങളിലേക്ക് വന്നു ചേരുവാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള തെറ്റുകളെക്കുറിച്ചും പാളിച്ചകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. അതിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ എന്താണെന്നും അത് ഏതു വഴിയിലൂടെ മാറ്റിമറിക്കാൻ പറ്റുമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് പുതുക്കിയെടുത്ത രീതികളാണ്. കാരണം നിങ്ങളുടെ ശക്തിയുടെ പിൻബലത്തോടു കൂടിയും നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഫലമായും പ്രപഞ്ച ശക്തിയും പൂർവികരും ഈ വ്യക്തിയെ പല വഴിയിലൂടെ സത്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ നന്മയായിട്ടും നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ പിന്തുണയായിട്ടും ഈ വ്യക്തി അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റു പലവരിൽ നിന്നും ഉണ്ടായ ദുരനുഭവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ, ഈ വ്യക്തി തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണമെന്നും തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ കാര്യത്തിലാണോ പ്രാധാന്യം നൽകേണ്ടതെന്നും അതോ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണോ ജീവിക്കേണ്ടതെന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും തീരുമാനത്തിലേക്കും ഈ വ്യക്തിയെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള കർമ്മസംബന്ധമായിട്ടുള്ള ചട്ടങ്ങൾ, അത്തരം ബന്ധനങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അത്തരം ബന്ധനങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മോചനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല. കാരണം ആ ഒരു കർമ്മസംബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ഈ വ്യക്തിക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു. ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്.
അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വ്യക്തി തൻ്റെ കർമ്മസംബന്ധമായി കണ്ടുമുട്ടിയിട്ടുള്ള ബന്ധനങ്ങളിലുള്ള വ്യക്തികളുമായി അവരുടെ തനി സ്വരൂപമോ യഥാർത്ഥ മനസ്സോ ഉദ്ദേശമോ മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനോ ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് അവർ പറഞ്ഞു കൊടുക്കുന്ന വക്രബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളോടാണ്. അത് നിങ്ങളുടെ ഈ പേഴ്സൺ അതൊക്കെ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാനും തുടങ്ങി. പക്ഷേ അതിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചത് പലതരത്തിലുള്ള ദുരുദ്ദേശങ്ങളും അല്ലെങ്കിൽ ദുർമാർഗത്തിലൂടെ പോയതുകൊണ്ട് തന്നെ, അവരുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് മിച്ചമായി ലഭിച്ചത്. അത് തീർത്തും ഈ വ്യക്തിക്ക് മറക്കാനാകാത്ത ഒരു ദുരനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെയൊക്കെ വിശ്വസിക്കണമെന്നും ആരെയെല്ലാം ഏറ്റെടുക്കണമെന്നും ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു തിരക്കിലാണ്. ഇവിടെ വ്യക്തികളെ, അതായത് നല്ല വ്യക്തികളെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ജീവിതം തന്നെ നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വരാനായിട്ടുള്ള പ്രധാന കാരണം തേർഡ് പാർട്ടിയുടെ കാപട്യമായ മുഖം തന്നെയാണ്. ഇത് ഈ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തൻ്റെ നന്മയ്ക്കും തനിക്ക് നന്നായി ജീവിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഊർജം ഒരുപാട് നഷ്ടപ്പെട്ടു പോയതായി കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ഊർജം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നതിന് അനുസരിച്ച് പല മണ്ടത്തരങ്ങളും പ്രവർത്തിച്ചതിനാൽ തൻ്റെ സ്വന്തം ഊർജം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന നിലയും വിലയും ഒരുപക്ഷെ അഭിമാനം പോലും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അവയെല്ലാം വീണ്ടെടുക്കുന്ന രീതിയിലേക്കുള്ള വഴികളാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ആത്മീയപരമായിട്ടുള്ള ഉയർച്ചയും അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് തിരിച്ചറിവുകളും. ആത്മീയ തലത്തിൽ ഈ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പ്രപഞ്ചശക്തിയുടെ നന്മയും തന്നെയാണ്. നിങ്ങൾ പ്രപഞ്ചശക്തിയുടെ വരദാനമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. കാരണം പ്രപഞ്ചത്തെയും ദൈവങ്ങളെയും അതുപോലെ നിങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ സന്തോഷം ലഭിക്കുന്നത്, അല്പമെങ്കിലും സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വ്യക്തി ഇനി ഒരിക്കലും പഴയതുപോലെ നിങ്ങളോട് പെരുമാറില്ല എന്നുള്ളത് സത്യമായി നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമുക്കിവിടെ പറയാൻ സാധിക്കും. കാരണം ഈ വ്യക്തി ജീവിതമേത്, അതുപോലെ കാപട്യ മുഖങ്ങൾ ഏത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ തീർത്തും ഉയർന്നിരിക്കുന്നതും വിജയിച്ചിട്ടുള്ളതും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അഭിനയിക്കുവാനോ കാപട്യമുഖം ചെയ്യുവാനോ നിങ്ങൾക്കറിയില്ല. മനസ്സിലുള്ളത് എന്താണോ അത് തുറന്നു കാണിക്കുവാനും പ്രകടിപ്പിക്കുവാനും മാത്രമേ നിങ്ങൾക്ക് അറിയുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങളെ തേടിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് തീർത്തും കാണുവാനായി സാധിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഈ വ്യക്തിക്കുള്ളത് അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പദ്ധതികളാണ് ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ശപിക്കരുത് എന്നും നിങ്ങൾ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള മാപ്പ് കൊടുക്കണം എന്നും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്നും ഉള്ള സത്യത്തിലാണ്, ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്തു തന്നെയായാലും ഇനി പഴയ ജീവിതത്തിലേക്കോ പഴയ സൗഹൃദത്തിലേക്കോ ജീവിത സാഹചര്യത്തിലേക്കോ ഈ വ്യക്തി ഇനി പോവുകയില്ല. ഇതിനോടകം പലതരത്തിലുള്ള പാഠങ്ങളും ഈ വ്യക്തി അനുഭവിച്ചും തിരിച്ചറിഞ്ഞും കഴിഞ്ഞു.
അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിനായി, നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഒരു വരവിനായി കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ. ഉറപ്പായിട്ടും നിങ്ങളിലേക്കുള്ള യാത്ര ഇനി ഒട്ടും തന്നെ ദൂരമില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. എന്ത് തന്നെ ആയാലും ആത്മീയപരമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്ര ഈ വ്യക്തിയെ നന്നായി തന്നെ നല്ല അനുഭവങ്ങൾ കൊടുത്ത് നല്ലൊരു വഴിയിൽ തന്നെ ഈ വ്യക്തിയെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.